ഹലോ ഗായ്സ്, ഇപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഈ ഒരു മോൾഡിലിംഗ് ക്ലേ ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യില്ലാണെങ്കിൽ 1 2 3 4 5 6 7 8 കളേഴ്സാണ്. പിന്നെ ഇവിടെ 2 മോൾഡും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പതിയെ അൺബോക്സ് ചെയ്യാൻ തുടങ്ങാം. ഇത് നല്ല ഇതാണ്, ബട്ട് ഞാനൊരു അമ്പലത്തിൽ ഒരു കടയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സൈഡുകളൊക്കെ പോയിട്ടത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ 2 മോൾഡാണ്, ഒരു മനുഷ്യൻ്റെ ഒരു ഇങ്ങനെ തമ്പാന്ന് തോന്നുന്നല്ലേ, തമ്പ. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നിന്ന് അൺബോക്സ് ചെയ്യും. ഇതുപോലത്തെ വാങ്ങിക്കാൻ നമുക്ക് ഡബ്ബാണ്, ഇത് ഡബ്ബയോ കണ്ടെയ്നറോ എന്തെങ്കിലും. ഇപ്പം ഞാൻ നല്ലതായിട്ട് ഞാൻ ഫ്ലാഷ് ഇടണോ? നമുക്ക് ക്ലേ തുറന്ന് നോക്കാം. ഞാൻ നല്ല സോഫ്റ്റാണ്. ആ സൈഡ് തുറന്ന് നോക്കി ഞാൻ തൊട്ടങ്ങ് നോക്കിയിട്ട് ഇനി നോക്കുന്ന ഈ സൈഡിൽ നിന്ന് തുറന്ന് നോക്കാം. കാരണം ആ സൈഡിൽ നിന്ന് ഫ്ലോപ്പായി പോയിരുന്നു. ഓക്കെ, എങ്ങനെ ഗൈസ് എനിക്കിങ്ങനെയാണ് തുറന്ന് കിട്ടിയത്. ഇങ്ങനെ ഓക്കെ ഗൈസ്, അങ്ങനെ എനിക്ക് ഇച്ചിരി മോൾഡ് കിട്ടി. എനിക്കിങ്ങനെ 2 മോൾഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒരു മോൾഡ്, ഈ ഒരു മോൾഡും പിന്നെ എന്താണ് ആ തമ്പാന്ന് തോന്നുന്നു, തമ്പ് മോൾഡാണ് ഗൈസ്. നമുക്കൊന്ന് ഈ ഒരു മോൾഡ് മാറ്റി വെച്ചേക്കാം. ഞങ്ങൾക്ക് ക്ലേ ഒന്ന് പൊളിച്ച് വെക്കാം. ഇങ്ങനെയാണ് പൊളിച്ച് വരുമ്പോൾ എനിക്കാണെങ്കിൽ ക്ലേ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. ഇത് അരിക്കാവുന്ന ക്ഷമ. ഇതിൽ കവർ ചെയ്തിട്ടാണ് ഇവർ തരുന്നത് ഗൈസ്. ഇത് കണ്ട ചേട്ടാ, നല്ല പ്രൊട്ടക്ഷനാണ്. ഇത് കണ്ട ഗൈസ്, ഇത് നമ്മൾ ചളുങ്ങാതിരിക്കാൻ ഇവർ പ്രൊട്ടക്ഷൻ വെച്ച് കവർ ചെയ്തിട്ടാണ് നമുക്ക് അച്ചു തരുന്നത്. നമുക്ക് ഇതെങ്ങനെ പൊളിക്കാം എന്നൊന്ന് നോക്കാം. കവർ ചെയ്തത് മണ്ടയ്ക്കകത്ത് കവർ ചെയ്തിട്ടുള്ളത്. കിസിൻ്റെ മണ്ടയ്ക്കകത്ത് നല്ലതായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് ഒരു ബ്ലാക്ക് കളർ ക്ലേ എടുത്ത് കാണിക്കാം. വേറെ ഒരു കളർ ക്ലേ എടുത്താൽ മതിയല്ല. പൊട്ടിക്കട്ടെ. ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. കാരണം മണ്ടയ്ക്കൊരു ഡസ്റ്റ് അടിക്കാതിരിക്കാൻ ഒരു ചെറിയ കവറും കൂടിയുണ്ട്. ഓക്കെ, ഞാനങ്ങനെ ക്ലേ പതിയെ കാരണം കശത്ത് കൊണ്ട് ഇതിങ്ങനെ ഒട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കൊണ്ടതുകൊണ്ട് ഇങ്ങനെ കളർ ഗൈസ് ഇത് തൊട്ട് പിടിച്ചിരിപ്പുണ്ട്. ചെറുത് കണ്ട് ഇതിങ്ങനെ കവർ ചെയ്ത് മറ്റേ പുറകത്തെ കളർ ഇങ്ങനെ ഒട്ടിയിട്ടിരിക്കുക. അങ്ങനെ നമ്മളുടെ ഒരു ക്ലേ വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടിയസ്റ്റ് ക്ലേ ആണിത്. ഇതിൽ ഈ ബ്ലൂ കളർ വന്നുകൊണ്ട് ചെറിയൊരു പ്രശ്നം വന്നു. നല്ലൊരു ക്ലേ ആണ്. ഇതിൻ്റെ ഇത്ര എനിക്കിതിൽ നിന്ന് കിട്ടിയതാണ്. നമുക്കിതുപോലെ മോൾഡ് ഞാൻ ഇതൊന്ന് മോൾഡിലൊന്ന് ആക്കി നോക്കാം. ഇതിലിങ്ങനെ ബ്ലൂ കളർ വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്, കാരണം തൊട്ടിരിക്കില്ല. ഇതാണ് എനിക്ക് കേട്ടിട്ട് മോൾഡ്. ഓക്കെ, എൻ്റെ ഒരു പരന്ന പ്ലേസാണ് ഇത് നോട്ട് ചെയ്ത് നോക്കാനായിട്ട് വേണ്ടത്. ഞാൻ എൻ്റെ കാർഡ്ബോർഡ് എടുക്കാം. ഇങ്ങനെ ഞാൻ നെഞ്ചാകത്തിട്ടൊരു പരന്ന പ്ലേസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കറുത്ത ക്ലേ വെച്ച് ഇതാദ്യം അങ്ങനെയല്ല ചെയ്യേണ്ടത്, കാണിച്ചു തരാം. ഇതെല്ലാം സെയിം രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് കയ്യിലൊട്ടി പിടിക്കുന്നവരെ ഈ ഒരു ഷേപ്പിൻ്റെ ഒരു നീളം വരെ നമ്മളിങ്ങനെ നെക്കിയോ പരത്തിയോ കൊടുക്കണം. ഞാൻ എൻ്റെ ഇപ്പോൾ കറുത്ത കളർ ക്ലേ ആണ് അതുപോലെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വെക്കാം. എന്നിട്ട് കറക്റ്റ് ലെന്താണോ എന്ന് നോക്കിയിട്ടാണ് നല്ലതായിട്ടൊന്ന് ഞാനതൊന്ന് റസ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും വരുന്ന ക്ലേ ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് എടുത്തെടുത്ത് കളയുക. അത് കളഞ്ഞില്ലെങ്കിൽ ഞാനിങ്ങനെ എടുത്തെടുത്ത് കളയുക. ഓക്കെ ഗൈസ്, ഇനി ഇതെങ്ങനെയാണ് ഇത് ചേട്ടങ്ങന്ന് ഇങ്ങനെ നിൽക്കുന്ന ഇതിന് മനുഷ്യരൊരു ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് ശരി
കേസ് അങ്ങനെ എനിക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തംസിൻ്റെ രൂപം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം ബ്ലാക്ക് ഞാൻ വിളിക്കുന്നത്, ബാക്കി ഞാൻ വിളിക്കുന്നതൊക്കെയാണ്. മറ്റേന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു കളർ ആക്കി അരച്ചിട്ട് ക്യാമറ കുലുങ്ങുന്നതല്ലേ, അതിൻ്റെ ദേഹം കുലുങ്ങുമ്പോൾ ക്യാമറയും കുലുങ്ങുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉരുട്ടി അവിടെ തംസിൻ്റെ രൂപം എടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമുക്ക് 2 രൂപം കിട്ടിയിട്ടുണ്ട്. ഇനി തംസിൻ്റെ രൂപം ഇതിൽ ആക്കി കൊടുക്കണം. ഇത് വേറൊരു രീതിയിൽ ടെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയെന്ന് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഗായ്സ് ആ ഷേപ്പിൽ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഗൈസ് അങ്ങനെയൊക്കെ 2 തംസ് ആണെന്ന് തോന്നുന്നു ഗൈസില്ലേ, ഇങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഒരു മോൾഡിൽ എനിക്ക് തംസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ 100 രൂപയ്ക്കാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ 100 രൂപയുടെ വളരെ ഡബ്ബയുടെ ഉണ്ട്. ഡബ്ബയിൽ എനിക്ക് തോന്നുന്നു 6 കളേഴ്സ് ഉള്ളൂ. പക്ഷെ അത് ഇതിനെക്കാട്ടി ചെറിയതാണ്. ഞാൻ നോക്കിയ തക്കത്തിൽ അത് എല്ലാവരും കുറച്ച് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പം ഞാൻ അതിന് മുമ്പേ ഞാൻ കളയുന്നെന്ന് വെച്ചാൽ നേരെ നല്ല രീതിയിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബാക്കി ക്ലേസ് എല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ബാക്കി ക്ലേസ്. ഇനി ഇതെല്ലാം നമുക്ക് പൊടി പിടിക്കാൻ സൂക്ഷിച്ചാണ് കൈസ് വെക്കട്ടെ. ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു ഷേപ്പിൽ വെക്കാം. ഇതിൻ്റെ ഷേപ്പിൽ വെക്കണം. ആക്ച്വലി ഇതിൽ ഒരു കളറും കൂടെ ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടെ വേറെ കളർ ഉണ്ടായിരുന്നു, ബ്ലാക്കിൻ്റെ സൈഡിലാണ്. ഇത് 2 കളറും കൂടി നമുക്കൊന്ന് ഒരുമിച്ച് വെച്ചെടുക്കാം. അങ്ങനെ പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടോ അത് നോക്കി ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി ഇഷ്ടപ്പെട്ട 2 മോൾഡും കിട്ടി. ഇനി ഇത്രയുള്ള ഗൈസ്, നിങ്ങൾക്ക് ഈ ക്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.